ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല രണ്ട് സ്നാക്സ് ആയിട്ടാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ പറ്റിയ രണ്ട് സ്നാക്സാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാം. നോമ്പിൻ്റെ ടൈമിനൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കും. അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നോമ്പിനേക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 260 ഗ്രാം ഉണ്ടാവും. 250 ആയാലും കുഴപ്പമില്ല. നിങ്ങൾ തൂക്കിയിട്ട് എടുക്കുന്നെങ്കിൽ 250 260 എടുക്കുക. 2 കപ്പിലാണെങ്കിൽ 2 കപ്പ് നിറച്ചിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 25 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് ഡ്രൈ ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു മുട്ടയും ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 20 ഗ്രാം, അതായത് ഒരു 1.5 ടേബിൾ സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ക്രംബിൾ ചെയ്തിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് വെക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. 1/2 കപ്പും ഒരു 1 2 ടേബിൾ സ്പൂൺ നിങ്ങൾ കുഴച്ചിട്ട് അതിൻ്റെ ഒരു പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്ന ലൂസാകണ്ട, അതുപോലെ തന്നെ കുറച്ച് ടൈറ്റ് ആകാനും പാടില്ല. ഇനി ഇത് നമുക്കൊരു കൗണ്ടർ ടോപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക സിലിക്കൺ മാറ്റ് വിരിച്ചിട്ടോ ഇത് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എങ്കിലും ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഒരു 15-20 മിനിറ്റെങ്കിലും ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഉള്ളം കൈകൊണ്ട് തേച്ച് കുഴച്ചെടുക്കണം. ലാസ്റ്റ് ഒട്ടലൊന്നും ഇല്ലാത്ത പരുവത്തിലാവുമ്പോൾ നമുക്കിത് ഒന്നെടുത്തിട്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിതൊന്നൊരു ബൗളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് റൈസ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചൂടുള്ള കാലാവസ്ഥയൊക്കെ അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങിക്കിട്ടും. ചൂടില്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതൊരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അത് അവിടുന്ന് പൊങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിനുള്ള ഒരു പാറ്റീസ് റെഡിയാക്കാം. ഞാനിവിടെ ഒരു 2 ബ്രെഡ്, കുറച്ച് വണ്ണുള്ള സാൻഡ്വിച്ച് ബ്രെഡാണ് ഞാൻ എടുത്തുള്ളത്. അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് ചെറിയ ബ്രെഡാണെങ്കിൽ 2 വേണം. ഇതെൻ്റെ വലിയ ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും എടുക്കുന്നില്ല, കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബ്രെഡ് മതിയാവില്ല, അതുകൊണ്ടാണ് 2 എടുത്ത് പൊടിച്ചിട്ടുള്ളത്. ഇനി ഞാനൊരു ചോപ്പറിലേക്ക് ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും ഞാൻ തയ്ച്ചിട്ട് കൊടുക്കുന്നില്ല, ഒരു ഏകദേശം 1/4 ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ഒരു ടീസ്പൂണ്. പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് ഒറിഗാനോ, പിന്നെ ചുവന്ന മുളക് പൊടി, പിന്നെ ഉപ്പ്. ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ചോപ്പറിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. നിങ്ങളടുത്ത് ഇതുപോലത്തെ ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ നമ്മളെ മിക്സിയുടെ ജാറിലിട്ടിട്ടും ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് അരഞ്ഞ് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 1/4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക ചിക്കനും മസാലയൊക്കെയോട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച മാവ് എടുക്കാം. മാവ് എടുത്തിട്ട് അതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്തേക്ക് പോകണം. ഇതുപോലെ നന്നായിട്ടൊന്ന് 1 മിനിറ്റ് ഒരു 1-2 സെക്കൻഡ് കുഴച്ചെടുക്കാം. ഇനി ഞാനിതൊരു ഈക്വലായിട്ട് 2 പോർഷനാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് 2 ടൈപ്പ് സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു മാവിൽ തന്നെ. അപ്പോൾ ഇത് 2 ഭാഗമായിട്ട് വെക്കുന്നുണ്ട് ഞാൻ. അതിലൊരു ഭാഗം അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു ഭാഗം നമുക്ക് ഈ ഒരു ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം.
ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഫ്രൈഡ് ബർഗറാണ്. അപ്പോൾ അതിനുള്ള പാറ്റീസിനാണ് നമ്മളിപ്പം പിന്നെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, 2 പോർഷനിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതൊന്ന് വീണ്ടും 2 ഭാഗമായിട്ട് ഞാൻ തിരിക്കുന്നുണ്ട്. 2 ഭാഗമായിട്ട് ഈക്വലായിട്ട് എടുക്കാം കേട്ടോ. നിങ്ങളടുത്ത് മെഷറിങ് സ്കെയിൽ ഉണ്ടെങ്കിൽ മെഷർ ചെയ്തിട്ട് എടുക്കുക. രണ്ടും ഈക്വലായിട്ട് 2 ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗളിൽ തന്നെ കുറച്ച് വെളുത്ത എള്ളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലേക്ക് ഈ ബോളൊന്ന് മുക്കിയെടുത്തിട്ട് ആ എള്ളിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. ആ പാൽ മുക്കിയെടുക്കുന്നത് എള്ള് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ മേലെ പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ പാലിലൊന്ന് കോട്ട് ചെയ്തിരുന്നത് കേട്ടോ. നമ്മൾ ബ്രെഡ് ക്രംസൊക്കെ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ആ മുട്ടയ്ക്ക് പകരം പാല്, ബ്രെഡ് ക്രംസിന് പകരം എള്ള്, അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഒരു 4 ഇഞ്ച് കനത്തിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ അതിൻ്റെ മേലെ നന്നായിട്ട് പിടിച്ച് നിന്നോളും. അഥവാ പാലിൽ മുക്കിയതല്ലേ, ഒട്ടലുണ്ടെങ്കിൽ കുറച്ച് ഒരു പൊടി തൂവി കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു 4 പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് 4 പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ മറ്റേ ബോളും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടാകെ 8 പീസാണ് നമുക്ക് ഈ ഒരു പകുതി പോർഷൻ, നമ്മൾ 2 കപ്പ് പൊടി കുഴച്ചതിൽ നിന്ന് പകുതി പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇതൊരു 8 പീസാണ് നമുക്ക് ഈ ബർഗറിനായിട്ട് കിട്ടിയിട്ടുള്ളത്. ട്രയാങ്കിൾ പീസ് 8 പീസാണ് കിട്ടട്ടോ. അങ്ങനെ രണ്ടാമത്തെ ബോളും ഞാൻ പരത്തി 8 പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഒട്ടലുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മേലെ പൊടി തൂവി കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ 8 പീസായിട്ടുണ്ട്. ഇതിനൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. പൊങ്ങാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ നമുക്ക് ഇവിടുന്ന് പരത്തി മുറിച്ച് നേരെ നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓയിൽ ഓവറായിട്ട് ചൂടാകാനും പാടില്ല, ഒരു മീഡിയം സൈസിൽ ചൂടാകണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ആദ്യം നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് 2 പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പരന്ന കടായി ആണെങ്കിൽ 2 or 3 പീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുണ്ടുള്ള കടായി ആയതുകൊണ്ടാണ് 2 പീസ് ഇട്ട് കൊടുത്തുള്ളത്. നമുക്ക് ആ ഓയിലിൽ ഇത് വരാനുള്ള സ്പേസ് കൊടുക്കണം കേട്ടോ. കുറേ കൂടുതലായിട്ടും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് പൂരി പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ 8 പീസും ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പാറ്റീസ് റെഡിയാക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണല്ലോ ഞാൻ നമ്മളെ ബണ്ണുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാറ്റീസും ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിർബന്ധമില്ല കേട്ടോ, റൗണ്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ ഈ പാറ്റീസും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 8 ബണ്ണാണ് നമ്മളെടുത്തുള്ളത്. ഞാൻ ഇതുപോലെ 8 പീസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ബാക്കി കുറച്ചുണ്ടായിരുന്നു. 8 പീസ് ട്രയാങ്കിൾ ഷേപ്പിലാക്കിയതിന് ശേഷം കുറച്ച് ചിക്കൻ ബാക്കിയുള്ളതുകൊണ്ട് ഞാനതൊരു റൗണ്ട് പാറ്റിയാക്കിയിട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 8 ട്രയാങ്കിൾ ഷേപ്പും 2 റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ റൗണ്ട് നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാനിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡാവും. അപ്പോൾ നമുക്കിത് കോട്ട് ചെയ്തിട്ടെടുക്കാൻ നല്ല സൗകര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് കേട്ടോ. ഇനി ഒരു മുട്ട ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ കട്ട്ലൊക്കെ ചെയ്യുന്നത് പോലെ മുട്ടയിൽ മുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇതേ മാവ് ഇതേ ചിക്കൻ്റെ ഇതേ ഒരു രീതിയിൽ നമുക്ക് റൗണ്ടാക്കിയിട്ട് ബർഗറിന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാ ബർഗർ ബന്ന് വാങ്ങിയിട്ട് അതിലുണ്ടാക്കിയെടുക്കാം. അഥവാ നിങ്ങൾക്ക് ഈ ഒരു ബന്ന് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ബന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ചിക്കൻ്റെ ഈ ഒരു പാറ്റീസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത ഈ ബർഗർ ബന്നുണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുത്ത് അതും നമുക്ക് 2-3 ദിവസമെല്ലാം സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലാക്കിയിട്ട് 2-3 ദിവസം നോമ്പ് തുറക്കാൻ നമുക്ക് നല്ല സൗകര്യമാണല്ലോ. ഇതുപോലെ ഇങ്ങനെ ചിക്കൻ കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളവരെ എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ ബാക്കിയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റഫിങ്ങാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരു സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിലും കട്ട് ചെയ്യാം. ഞാനിവിടെ എല്ലാം ട്രയാങ്കിൾ ആയതുകൊണ്ട് ഞാൻ ഈ ചീസും ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. 2 ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം 8 പീസ്, അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചിട്ട് ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ 4 പീസ് കിട്ടും. അങ്ങനെ 8 പീസാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലെറ്റൂസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുക്കുംബറും എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക്
പിന്നെ ഉള്ളി, ക്യാരറ്റ് അങ്ങനെ എന്താണെന്ന് നിങ്ങൾക്ക് തക്കാളി ബർഗറിൽ ഫില്ല് ചെയ്യാൻ വേണ്ടത് അത് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ ബൺ ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. മുഴുവനായിട്ടും കട്ട് ചെയ്യരുത്, ഒരു ഭാഗം ബാക്കി വെക്കാം. നമ്മൾ ആ വീതിയുള്ള ഒരു ഭാഗം, ഷേപ്പിൻ്റെ 3 ഷേപ്പ് ഒരുപോലെയാണല്ലോ, അപ്പോൾ അതിലൊരു നല്ല ഷേപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്യാതെ ഇതുപോലെ തുറന്നിട്ട് പിടിക്കാം. ഒരു ഭാഗം തേച്ചും കട്ട് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഞാൻ മയോണൈസ് തേച്ച് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്, ഓയിലൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഈ വീഡിയോ ലെങ്ത് ആയി പോകും, അതുകൊണ്ട് ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് നോമ്പ് തുറക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മയോണൈസ് തന്നെയാണ്. മയോണൈസ് നിർബന്ധമുള്ളവർക്ക് കേട്ടോ. നമ്മൾ ഓയിൽ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ് കേട്ടോ. ഇനി ഞാനിതൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഒരു കഷ്ണം ലെറ്റൂസ് വെക്കുന്നുണ്ട്, അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഇത് ചീസും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാറ്റിയും വെച്ച് കുറച്ച് കുക്കുംബറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടി മയോണൈസ് ആക്കാം. മയോണൈസ് കുറച്ച് കട്ടി കൂടിപ്പോയിന്, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ബർഗർ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുപോലെ ഞാൻ 8 പീസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓയിലിൽ ഇത് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഓയിൽ കുടിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, ഡോനട്ടെല്ലാക്കുന്നത് പോലെയാണ് ഇത് ചെയ്യുന്നത്. ഡോനട്ട് പൊങ്ങാൻ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് പരത്തി ഉടനെ തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം ഓയിൽ കുടിക്കുകയൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഓയിലിൻ്റെ അംശമൊന്നും അങ്ങനെ വരുന്നില്ല ഇതിൽ. അതുപോലെ നമ്മൾ പാറ്റീസും ഷാലോ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഓയിലൊന്നും ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ നോമ്പിന് നല്ല പറ്റിയൊരു ഐറ്റമാണ് ഇത്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിലും കൊടുക്കാം. തലേത്തെ ദിവസം നമ്മൾ നോമ്പ് തുറക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേത്തെ ദിവസം ഒന്ന് എല്ലാം എടുത്ത് ചൂടാക്കിയിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുത്താൽ മതി. മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിലൊക്കെ ചൂടാക്കിയിട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളൊരു സ്നാക്സ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഇതിൻ്റെ പാറ്റീസിൻ്റെ എല്ലാം ആ ഒരു മയോണൈസിൻ്റെ എല്ലാം ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ എള്ളും കടിക്കും, നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ വെളുത്ത എള്ളിൻ്റെ ആ ഒരു ടേസ്റ്റ് കടിക്കുകയും ചെയ്യുമ്പോൾ ഒരു ബൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് എടുക്കുന്നുണ്ട്. അത് ഞാനൊരു 5 ബോളാക്കിയിട്ട് ഈക്വലായിട്ട് ഒരു 5 ബോളാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉണ്ടാക്കുന്നത് ഒരു മിനി പിസയാണ്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഈ 5 ബോളും ഞാനൊന്ന് ഒരു എന്താ പറയുക, ഒരു വൈൻ ഗ്ലാസിൻ്റെ ബോട്ടം ഭാഗത്തിനെ കൊണ്ട് ഒന്നിങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്യുന്നുണ്ട്. ഈ വൈൻ ഗ്ലാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അടിഭാഗം ഫ്ലാറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു കട്ടോരിയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിനെ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നല്ല നമുക്കൊരു ചെറിയൊരു പ്ലേറ്റ് മാതിരിയുള്ള ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കൈ കൊണ്ട് നന്നായിട്ട് എന്താ പറയുക, പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആ വരുന്ന കുഴി ഭാഗത്ത് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തുക. അതായത് നമുക്കത് എന്താ പറയുക, പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അധികം നടുവിലുള്ള ഭാഗം അധികം പൊങ്ങരുത്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ഭാഗമൊക്കെ നന്നായിട്ട് പൊങ്ങി വരണം. അപ്പോൾ ഇത് ഒരു 15-20 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ കുറച്ചും കൂടി ഒന്ന് മെല്ലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒരു വീതി കുറഞ്ഞതുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് മെല്ലെ, കൂടുതൽ പ്രസ് ചെയ്യാതെ തന്നെ മെല്ലെ ഒന്നും കൂടി ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മുട്ടയുടെ മഞ്ഞ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ മാത്രം, സെൻട്രലിൽ വേണ്ട കേട്ടോ. നമുക്ക് പുറമേ കാണുന്ന ഭാഗം മാത്രം. എന്നിട്ട് ഒന്ന് കുറച്ച് നന്നായിട്ട് കുറച്ച് കൂടുതൽ തന്നെ എള്ളൊന്നിങ്ങനെ ഇതിൻ്റെ മേലൊന്ന് വിതറി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്ത മുട്ട ഉണ്ടല്ലോ അതിൻ്റെ മേലെ ഇത് അവിടെ തങ്ങി നിന്നോളും. ഇനി ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഒരു 180 ഡിഗ്രിയിൽ വെറും 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യാം. 5 മിനിറ്റ് മാത്രമേ ബേക്ക് ചെയ്യേണ്ട, കൂടുതൽ ബേക്ക് ചെയ്യേണ്ട. എന്നിട്ട് നമുക്ക് ഇപ്പം ഞാൻ 5 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് 1-2 ആഴ്ച വേണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ ഇതുപോലെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നോമ്പാകുന്നതിന് മുന്നേ നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോമ്പിന് നല്ലൊരു സ്നാക്സ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. നമ്മളിതിൻ്റെ മസാല ഫില്ല് ചെയ്യുക, ഒന്ന് ഓവനിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ. ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിറ്റത്തെ ദിവസമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ 2 സ്നാക്സും ഒരു ദിവസം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മാവ് കുഴച്ചത് രണ്ടും ഒരു ദിവസം. അപ്പോൾ ഒരു ദിവസം ഒരു മിനി ബർഗർ ഒരു ദിവസം കഴിച്ച് പിറ്റേ ദിവസം ഞാൻ ഈ ഒരു പീസും അങ്ങനെയാണ് കഴിച്ചത്. അപ്പോൾ പിറ്റത്തെ ദിവസം ഞാൻ ഇതിൻ്റെ മസാലയാക്കി എടുക്കുന്നുണ്ട്. അതിന് ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, അതിൻ്റെ കൂടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുളക് പൊടി, ജീരകം പൊടിച്ചത്, പിന്നെ കുരുമുളക്, കസൂരി മേത്തി, ഉപ്പ്, പിന്നെ ലെമൺ ജ്യൂസ്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട്
ഒന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ തൂവിയിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ആദ്യം ഒന്ന് ചിക്കൻ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ചിക്കനിന് വെള്ളം ഇറങ്ങിയിട്ട് ആ ചിക്കൻ വെന്തോളും. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം വെള്ളം ഇറങ്ങിയിട്ട് അപ്പോൾ ആ വെള്ളം വറ്റുമ്പോഴത്തേക്കിന് ചിക്കൻ വെന്തോളും. നമ്മൾ ചെറുതായിട്ടുള്ള പീസാക്കി പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട, കുറച്ചൊന്ന് ഒരു ഗ്രേവി ഉള്ള പോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം വെള്ളമൊക്കെ വറ്റി ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ നോക്കാൻ കുറച്ച് ഡിലേ ആയിപ്പോയി, അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയിപ്പോയി. കുറച്ച് വെറ്റായിട്ടാകുമ്പോഴാണ് നമുക്ക് പിസ്സ കഴിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിന് വേണ്ടുന്ന ഒരു ചെറിയൊരു സോസ് ഉണ്ടാക്കിയെടുക്കാം, ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഈ ഒരു മസാല നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസ്സ സോസും പിന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഒരു ചില്ലി ചിക്കൻ്റെ ആ ഒരു ഏകദേശം ടേസ്റ്റുള്ള ഒരു മസാലയാണ് ഞാൻ റെഡിയാക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പിന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ആകുമ്പോൾ കുറച്ച് ക്യാരറ്റ് ജൂലിയൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ക്യാരറ്റ് കുറച്ച് വേണമല്ലോ, ഉള്ളി നമുക്കൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പം ആ ക്യാരറ്റ് കുറച്ചും കൂടി പിന്നെ കൂടുതൽ സമയം വേണ്ട, ഒരു ഉള്ളിനേക്കാണെങ്കിൽ കുറച്ച് സമയം വേണം. അതുകൊണ്ടാണ് ക്യാരറ്റ് ആദ്യം ഇട്ടത്. അതെല്ലാം കൂടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് കുറച്ച് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നേരം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ചില്ലി സോസ് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ 3 സോസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത് ഏകദേശം ഒരു ചില്ലി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരും. പക്ഷേ ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇത് മസാല മാത്രം ആക്കിയിട്ടാണ് എടുക്കുന്നത്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ 5 പിസക്കുള്ള മസാല മാത്രമാണ് ഇവിടെ റെഡിയാക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ തന്നെ മസാല ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച പിസ്സ ബേസ് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഹാർഡായിരിക്കും, പക്ഷെ നമ്മളൊന്നുകൂടി അത് ബേക്ക് ചെയ്യില്ല, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഈ മസാല ഈ ഒരു ബേസിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് കൊടുക്കാം. ആ മസാലയും ചിക്കനും 5 പീസിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പിസ്സക്ക് എന്തൊക്കെയാണ് ടോപ്പിങ്ങിന് ചേർക്കുന്നത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം, പിന്നെ എന്താ പറയുക സ്വീറ്റ് കോണ്, പിന്നെ ഒലീവ്സ്, ഇങ്ങനെ ഇതൊക്കെ നമുക്ക് വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പിസ്സ സീസണിങ് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സും വേണമെങ്കിൽ നിങ്ങൾക്ക് വിതറി കൊടുക്കാം. എനിക്ക് എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് എരിവ് കൂടിപ്പോകും, അതുകൊണ്ട് തന്നെ ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഒലീവ്സ്, ക്യാപ്സിക്കം, പിന്നെ സ്വീറ്റ് കോൺ അതൊക്കെ വെച്ചിട്ട് അലങ്കരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 150 ഡിഗ്രി അല്ല 200 ഡിഗ്രിയിൽ നമുക്കൊരു 5-10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ചീസ് മെൽട്ടാകുന്നത് വരെ മാത്രം കേട്ടോ. ചീസ് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിതിങ്ങ് എടുക്കും. അപ്പോൾ കൃത്യമായിട്ടൊരു ടൈം പറയാൻ കഴിയില്ല. നിങ്ങൾ ഓവൻ്റെ ആ ഒരു എന്താ പറയുക ചൂടനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഇത് പിസ്സ പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള മിനി പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നോമ്പാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിസ്സ ബേസും ഒക്കെ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് പണി കൂടുതൽ എളുപ്പമാവും.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.